സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? മർദ്ദമാണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അടുത്ത ചോദ്യം, ഏതു ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? പൊണ്ണത്തടിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പൊണ്ണത്തടി. കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം? കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോകബാങ്ക് ആണ്. ഓപ്ഷൻ സി, ലോകബാങ്ക്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 എന്നിവയാണ്. 1, 3 എന്നിവ. ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ എന്നീ അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്. ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് തന്നിരിക്കുന്നു. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, യുറാസിൽ. DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് യുറാസിലാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് എന്ത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം വെക്സിലോളജി. ചുവടെ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ, അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ഗദ്ദീസ്, ലെപ്ച, ലുഷായ്, വാർലി എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A1, B2, C3, D4. ഗദ്ദീസ് ഹിമാചൽ പ്രദേശിലാണ്. ലെപ്ച സിക്കിം, ലുഷായ് മിസോറം, വാർലി മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർ മോത്തി. അടുത്ത ചോദ്യം, കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തിരുവനന്തപുരം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂറാണ്, ശരിയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്, ശരിയാണ്. അക്ഷരനഗരം ഏതാണ്? കോട്ടയമാണ്, ശരിയാണ്. സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. BCG എടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിനെ പ്രതിരോധിക്കാനാണ്? BCG എടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെ പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിസ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖല. വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്? വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 4 എന്നിവയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നു. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് ഊഷ്മാവ്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലായിരിക്കും. ഈ 2 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രായപൂർത്തി വോട്ടവകാശവുമായി കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന ഏത്? പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന തന്നിരിക്കുന്നു. എ, രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ വോട്ടവകാശമുണ്ട്. രാജ്യത്തെ ആദായ നികുതി അടയ്ക്കുന്ന എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന ഓപ്ഷൻ സി ആണ്. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ വോട്ടവകാശമുണ്ട്. അടുത്ത ചോദ്യം, പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽഫോൺസോ അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത്. താഴെ കൊടുത്തതിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഉപദ്വീപീയ പീഠഭൂമി തന്നിരിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മേഖല, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്നു.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമേറിയ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5ാം പഞ്ചവത്സര പദ്ധതി. ചുവടെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ അവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് പൊയ്കയിൽ യോഹന്നാൻ, വാഗ്ബടാനന്ദൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, സഹോദരൻ അയ്യപ്പൻ എന്നിവരാണ്. പ്രസ്ഥാനങ്ങൾ തന്നിരിക്കുന്നു. മിശ്ര ഭോജന പ്രസ്ഥാനം, പിടിയേരി സമ്പ്രദായം, ആത്മവിദ്യാസംഘം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. പൊയ്കയിൽ യോഹന്നാൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പിടിയേരി സമ്പ്രദായം, സഹോദരൻ അയ്യപ്പൻ, മിശ്രഭോജന പ്രസ്ഥാനം. ഒന്നുകൂടി പറയാം. പൊയ്കയിൽ യോഹന്നാൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പിടിയേരി സമ്പ്രദായം, മിശ്രഭോജന പ്രസ്ഥാനം, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ച രാഷ്ട്രീയ നേതാവാരാണ്? ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ചത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഘടന. MKSS. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് 373 കെൽവിൻ ആണ്. 373 കെൽവിൻ. 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷ്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? 1809. 1809. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്? മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്? 120 ഡെസിബലിൽ കൂടുതലാണ്. 120. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത എന്നത്. വശഗത. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമബലം പ്രയോഗിക്കുന്നത്? പ്ലവക്ഷമബലം പ്രയോഗിക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. ഓപ്ഷൻ ബി ഗ്ലിസറിൻ. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ആദ്യത്തെ എഡിറ്റർ കാളിച്ചോതി കറുപ്പനാണ്.
കാളിച്ചോതി കറുപ്പൻ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യത്തെ എഡിറ്ററായിരുന്നു കാളിച്ചോതി കറുപ്പൻ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 66 ആണ്. സെക്ഷൻ 66. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ് മാർക്ക്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏത്? വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രോഹിബിഷൻ. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് പ്രോഹിബിഷൻ. പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961 1961. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എല്ലാ ദ്രവ്യ രൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കായിക ദിനം ഒക്ടോബർ 13 ആണ്. ഒക്ടോബർ 13. അടുത്ത ചോദ്യം, കുറിച്യ കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ്? കുറിച്യ കലാപത്തിന്റെ കാരണം തന്നിരിക്കുന്നു. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമിയും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് OM നമ്പ്യാർ. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. താഴെ കൊടുത്തതിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള ഹെമ്മിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള ഹെമ്മിംഗ്വേ MT വാസുദേവൻ നായർ. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ആര്യ സമാജത്തിന്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശമാണ്. സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ സാക്ഷരതാ മിഷൻ 1988 1988 ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. ഈ മോക്ക് ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യമാണ്. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്